എന്താടി പന്നമോളെ നിനക്ക് വേണ്ടത്? ഫോൺ എടുത്ത പാടെ ആരാണെന്ന് പോലും ചോദിക്കാതെ അഗ്നിയുടെ ഭരണിപ്പാട്ട് തുടങ്ങി. സാർ, ഇത് ഞാനാണ്, നമ്മുടെ കമ്പനി മാനേജർ അഗ്നിഹോത്രിയിലെ രാജീവാണ് സംസാരിക്കുന്നത്. ഓ ഷിറ്റ്! അഗ്നി നെറ്റിത്തടം ഒന്നമർത്തി ഒഴിഞ്ഞു. സർ, അഗ്നിയിൽ നിന്ന് മറുപടി ലഭിക്കാതെ വന്നപ്പോൾ രാജീവ് ഒരിക്കൽ കൂടി പേടിയോടെ വിളിച്ചു. എന്താണോ താൻ എന്തുണ്ടാക്കാനാണ് ഈ കിടന്ന് വിളിച്ചേ? അവൻ അവളെ ഓർക്കവേ ദേഷ്യത്തോടെ മുരണ്ടു. സോറി സാർ, JJ ഗ്രൂപ്പ്സായി ഉള്ള എഗ്രിമെന്റ് സൈൻ ചെയ്യണമായിരുന്നു. ഫയൽ ഡ്രൈവറുടെ കയ്യിൽ കൊടുത്തുവിടട്ടെ എന്ന് ചോദിക്കാനായിരുന്നു. അയാൾ മടിച്ച് പറഞ്ഞൊപ്പിച്ചു. മറുപടിയായി അവനൊന്ന് മൂളി. ഡോ, പിന്നെ ഈ പ്രൈവറ്റ് നമ്പർ തനിക്ക് എവിടെ നിന്ന് കിട്ടിയതാണോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലിൽ ഇതുപോലൊരു നമ്പറിൽ നിന്ന് എന്നെ വിളിച്ചു പോയേക്കരുത്, മനസ്സിലായോ? സാർ, ഇത് എൻ്റെ നമ്പർ തന്നെയാണ്. എനിക്ക് 2 നമ്പറാണുള്ളത്. എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. എന്നെ അതൊന്നും ബാധിക്കുകയുമില്ല. 2 നമ്പറായാലും 10 നമ്പറായാലും പ്രൈവറ്റ് നമ്പറിൽ നിന്ന് എനിക്കൊരു കോളിന് വന്നു പോകരുത്. ശരി സാർ. കോൾ കട്ടായിട്ടും അവന്റെ ദേഷ്യം അടങ്ങിയിരുന്നില്ല. റെയിലിംഗിൽ പിടി മുറുക്കിക്കൊണ്ടിരുന്നു. അഗ്നിയുടെ ഫോൺ വീണ്ടും ബെല്ലടിച്ചു. നോക്കുമ്പോൾ വീണ്ടും പ്രൈവറ്റ് നമ്പർ ആയിരുന്നു. അവൻ അവളെ ഇമച്ചിമ്മ മറന്നു നോക്കിക്കിടക്കുകയാണ്. അവൾ താഴെയായും, എന്നാൽ അവൻ അവളിലേക്ക് അമരാതെ ഇരുവശത്തും കൈ കുത്തി അവളെ നോക്കുകയാണ്. ആ പ്രണയഗാനം അവരുടെ മുറിയിൽ മുഴങ്ങിക്കേട്ടു. ഭദ്രേ, നീ സാരിയിൽ എന്ത് സുന്ദരിയാണെന്നറിയോ? അവൻ അവളെ ആകമാനം ഒന്നൊഴിഞ്ഞുകൊണ്ട് പറയുമ്പോൾ അവൻ പറയുന്നതനുസരിച്ച് അവളുടെ കവളികളിൽ ചുമപ്പുരാശി തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നു. പൊന്നാ, ഞാൻ കരുതിയ പോലെ നീ കുഞ്ഞല്ല കേട്ടോ. ആവശ്യത്തിന് എല്ലാം ഉണ്ട്. പിന്നെ എങ്ങനെ കുഞ്ഞാകുന്നേ? അവൾ അടിമുടി നോക്കിക്കൊണ്ട് വശ്യമായ സ്വരത്തിൽ അവൻ പറയുമ്പോൾ അവന്റെ വാക്കുകളിൽ അവളുടെ കവളികളിൽ ചുവപ്പ് ഒന്നുകൂടി കൂടിയ പോലെ അവന് തോന്നി. തക്കാളിപ്പഴം പോലെ ആയല്ലോ പെണ്ണെ, ഈ കവളിങ്ങനെ ചുമപ്പിക്കാതെടി. ഇത് കാണുമ്പോ തന്നെ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലടി. നീ എന്നെ ബാലങ്കേനാറാക്കുമോ? അവൻ ഒറ്റക്കണ്ണിറുക്കി അവളോട് ചോദിച്ചു. ഏട്ടാ! അവൾ മുഖത്ത് അല്പം കപടദേശം വരുത്തി അവന്റെ തോളിൽ പതിയെ ഒരു തല്ലുവെച്ച് കൊടുത്തു. കുറുമ്പി പെണ്ണ്, ഇപ്പൊ കുറച്ച് കുറുമ്പ് കൂടുന്നുണ്ട് എന്റെ പെണ്ണിന്. ആ ചുവപ്പിച്ച കവളിൽ ഒരു കടി കൊടുത്ത് ഒന്നമർത്തി ചുംബിച്ചവൻ. പൊന്നാ, നിന്റെ വികാരം നാണമായാലും ദേഷ്യമായാലും ഈ കവളിങ്ങനെ വീർത്ത് ചുവന്ന് താൻ ഇരിക്കുമല്ലോ. അവൻ അവളെ കളിയാക്കുകയാണ്. ഏട്ടാ! പെണ്ണ് ടെററായി. സത്യല്ലേ? ഇങ്ങനെ ചുവന്ന് തക്കാളി പോലിരുന്ന് എന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റില്ല കണ്ണാ. എനിക്ക് എന്തൊക്കെയോ ചെയ്യാനാണ് തോന്നുന്നത്. അതല്ലെങ്കിൽ നിനക്ക് പറ്റില്ല. എന്നാ പിന്നെ ഞാനൊന്ന് കളിയാക്കി കൊട്ടടി കെട്ടിയോളെ. പെണ്ണ് അവനെ നോക്കി കണ്ണുരുട്ടുകയാണ്. ഹേയ് പൊളി, പേര് പോലെ ഭദ്രകളിയായല്ലോ. അവൻ താഴ്ന്നു വന്ന് ആ കട്ടിച്ചുണ്ടിനെ ഒന്ന് കടിച്ചു വിട്ടു. ഏട്ടാ, ദേ മനുഷ്യ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. എനിക്ക് വേദനിക്കുന്നുണ്ട്. ദേ നോക്കിയേ, ഇവിടെ പൊട്ടി. കീഴ്ച്ചുണ്ട് പുറത്തേക്കൊന്തി കൊച്ചു പിള്ളേർ പരാതി പറയുന്ന പോലെ പറയുന്ന പെണ്ണിനെ അവൻ പ്രണയത്തിലുപരി വാത്സല്യത്തോട് നോക്കി നിന്നു. അവൾ പറഞ്ഞിട്ടും മറുപടി പറയാതിരിക്കുന്നവനെ മുഖമുയർത്തി നോക്കുമ്പോൾ തന്നെ ഇമ്മച്ചിമ്മ മറന്ന് നോക്കി നിൽക്കുന്നതാണ് അവൾ കണ്ടത്. പക്ഷെ ഇപ്പോഴാ കണ്ണുകളിൽ പ്രണയമല്ല, അതവൾക്ക് മനസ്സിലായി. പിന്നെന്താ, വാത്സല്യം. അതാ നിമിഷം അവൾക്ക് മനസ്സിലായി. അവന്റെ കണ്ണുകളിൽ അത് വ്യക്തമായി അവൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരുന്നു. എന്താടാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഒരു പുരികമുയർത്തി ആ കുഞ്ഞി കണ്ണുകൾ വിടർത്തി അവൻ ചോദിക്കുമ്പോൾ മറുപടി പോലും പറയാനാകാതെ അവനെ തന്നെ നോക്കിക്കിടന്നവൾ പിന്നെ മുഖം മറുവശത്തേക്ക് തിരിച്ചു. ഇനിയും നിങ്ങളെങ്ങനെ നോക്കിക്കിടക്കാൻ എനിക്ക് കഴിയില്ല അച്ചേട്ടാ. എൻ്റെ മനസ്സിൽ നിങ്ങളോട് തോന്നുന്ന ഇഷ്ടം തുറന്ന് പറഞ്ഞു പോകും ഞാൻ. അവളുടെ മനസ്സ് മനസ്സിലാക്കിയതുപോലെ മനസ്സിൽ ഊറിച്ചിരിച്ചുകൊണ്ട് അവളുടെ ഇടുപ്പിലായി ഇക്കിളിയിടാൻ തുടങ്ങി ജയ്. ഓരോന്ന് പറഞ്ഞ് അവൾ ചിരിക്കാൻ തുടങ്ങി. അവളുടെ ആ ചിരി അവന്റെ വികാരങ്ങളെ ചൂടുപിടിപ്പിക്കാൻ പാകത്തിനുള്ളതായിരുന്നു. അവന്റെ കൈ ആ നിമിഷം ആ മൃദുലതയിലേക്ക് അമരുക തന്നെ ചെയ്തു. അവന്റെ കൈ അവിടെ വിശ്രമം കൊണ്ടു. അവളൊന്ന് വിറച്ചുപോയി. അവളെ വല്ലാത്ത ഭാവത്തിൽ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, ഭദ്രേ,
ഇനി ഞാൻ നിന്നോട് അനുവാദം ചോദിക്കുന്നില്ല. കാരണം നീ എൻ്റേതാണ്. കൂടുതലായി ഒന്നുമില്ല പൊന്ന, പക്ഷേ എനിക്കിത് വേണം. അവളുടെ മൃദുലതയിലേക്കുള്ള നേർത്ത വഴികളിലൂടെ നോക്കി അവൻ പറയുമ്പോൾ അവളുടെ ചിരി സ്വിച്ചിട്ടതുപോലെ നിന്നു. ശ്വാസം അടക്കാൻ പോലും മറന്ന് അവനെ തുറച്ചു നോക്കി പെണ്ണ്. അച്ചൂട്ട വേണ്ട. എന്ത് ചോദിച്ചാലും വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ പെണ്ണെ? ഞാൻ പറഞ്ഞല്ലോ, ഓവറായി ഒന്നും ഉണ്ടാകില്ല, പ്രോമിസ്. പക്ഷേ എനിക്കിത് അറിയണം ഭദ്രേ. പറയുകയും മുഖം കഴുത്തിലേക്ക് ചലിച്ചതും ഒരുമിച്ചായിരുന്നു. അവൾ നടുവിനാൽ ഒന്നുയർന്നു പൊങ്ങി. അവൻ്റെ കൈ ഇത്രയും നേരം വിശ്രമം കൊണ്ടിടത്തേക്ക് അവിടെ അറിയാൻ അവന് ആവേശമായി. ഏതോ ഒരു നിമിഷത്തിൽ അവളിൽ നിന്ന് ആ പിന്നഴിഞ്ഞു മാറുന്നതും അവൻ്റെ മുഖം താഴെ കരിച്ചിറങ്ങിയതും ഒരുമിച്ചായിരുന്നു. വേണ്ട ഏട്ടാ, വികാരത്തോടെ അവൾ പറയുമ്പോഴും വേണം ഭദ്രേ, ഞാനല്ലേ, നീ എൻ്റെ അല്ലേ? അവൾ അതിനും ഒന്ന് മൂളി. അവൻ അവിടെ എന്തൊക്കെയോ ചെയ്യുന്നു. കൈകളാൽ താളം പിടിക്കുമ്പോൾ ചുണ്ടുകളാൽ മുദ്രണം ചാർത്തി. ഏട്ടാ മതി, എനിക്ക് പറ്റുന്നില്ല. അവൾ പുലമ്പിക്കൊണ്ടിരുന്നു. ശബ്ദം തന്നെ പുറത്തേക്ക് വന്നോ എന്ന് പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല ആ നിമിഷം. ഒന്നുമില്ലടാ, ഐ ലവ് യു. അവൻ പറയുമ്പോൾ അവളിലെ നേരെ എതിർപ്പുകൾ കുറഞ്ഞുകൊണ്ടിരുന്നു. അവന്റെ മുഖം പിന്നെയും താഴേക്ക് അരിച്ചിറങ്ങുക തന്നെ ചെയ്തു. അവൻ ഏറെ പ്രിയപ്പെട്ട അവിടേക്ക് മുഖം ചേർന്നുപോയി. നടുവിനാൽ പൊങ്ങിയവൾ അവനെ നോവും വിധം ആ മുടിയിൽ പിടിച്ചു വലിച്ചു. വേണ്ട, എനിക്ക് പറ്റുന്നില്ല. അത് കേൾക്കാതെ അവൻ അവിടുത്തെ ആഴങ്ങൾ അളക്കുന്ന തിരക്കിലായിരുന്നു. അവൾ വികാരത്തിന്റെ കൊടുമുടിയിൽ എത്തുക തന്നെ ചെയ്തു. അവൻ എത്തിക്കുക തന്നെ ചെയ്തു. അഗ്നി ദേഷ്യത്തോടെ ആ കോൾ അറ്റൻഡ് ചെയ്തു. തന്നോട് ഞാൻ എന്താണോ പറഞ്ഞേ? എന്നെ പ്രൈവറ്റ് നമ്പറിൽ നിന്ന് ഇനി വിളിക്കരുതെന്നല്ലേ? തനിക്കെന്താ ചെവി കേട്ടൂടെ? അഗ്നി ദേഷ്യത്തോട് അലറി. ഹലോ ചെകുത്താനെ. അവൾ വിളിച്ചതും മറുതലത്തിൽ നിശബ്ദത പടർന്നു. ഹലോ ദേവേട്ട. അവൾ ചെവിയിൽ നിന്ന് ഫോൺ അങ്ങ് മാറ്റിപ്പിടിച്ചു. തുടങ്ങി ഭരണിപ്പാട്ട്. അവൾ പെറുപെറുത്തു. കഴിഞ്ഞില്ലേ? ഇത് കേട്ടാ തോന്നുമല്ലോ ഇങ്ങനെ എന്നെ ഓർത്തിരിക്കുകയാണെന്ന്. അപ്പൊ കോള് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു കൊച്ചു കള്ളൻ. അവൾ കള്ളച്ചിരിയോട് ഓർത്തു. അല്പസമയത്തെ ഭരണിപ്പാട്ടിനൊടുവിൽ എന്താടി നിന്റെ നാവിറങ്ങിപ്പോയോ? എന്റെ ദേവേട്ട, നിങ്ങളുടെ ഡിക്ഷണറി ഇത്രയും മനോഹരമായ തെറിയൊക്കെ ഉണ്ടായിരുന്നോ? അവൾക്ക് അതാണ് അറിയേണ്ടത്. എന്തായാലും ദേവേട്ട, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. അവനൊന്നും മിണ്ടിയില്ല. അവൾക്ക് ഉള്ളത് എന്തായാലും കേൾക്കാം. എന്തായാലും ഇവൾക്ക് എന്നെ നന്നായി അറിയാം. അവൻ മനസ്സിലോർത്തു. വരട്ടെ, നോക്കാം ഇവൾ ഏത് ടൈപ്പ് പെണ്ണാണെന്ന്. ദേവേട്ടനറിയൂ, എനിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ ജീവന. നിങ്ങളുടെ ആ സ്മൂത്ത് ചെയ്ത ഷോൾഡർ വരെയുള്ള മുടിയുണ്ടല്ലോ, എനിക്കത് എന്ത് ഇഷ്ടമാണെന്നറിയുമോ? പിന്നെ ആ കാപ്പിക്കണ്ണുകൾ എന്നെ കൊല്ലാതെ കൊല്ലുക ദേവേട്ട. എൻ്റെ ഉറക്കം കളയുന്ന കണ്ണുകളാ നിങ്ങളുടേത്. പിന്നെ മുഖത്തെ ആ ഗൗരവം, പിന്നുണ്ടല്ലോ നിങ്ങളുടെ ആ ജിംബോഡി, പിന്നെ ആ സ്പെക്കിനാൽ മറച്ചു പിടിച്ച ആ കാപ്പിക്കണ്ണുകൾ. ഉഫ്, അവൾ അറിയാതെ പറഞ്ഞുപോയി. അതിൻ്റെ വശ്യത പറഞ്ഞ് അവൾ എന്താണ് പറയുന്നത്, ആരോടാണ് എന്ന് പോലും അവൾക്ക് ആ നിമിഷം ഓർമ്മയില്ലായിരുന്നു. അപ്പുറത്ത് നിന്ന് ശബ്ദമൊന്നും കേൾക്കാതെ വന്നപ്പോൾ, ദേവേട്ട, നിന്റെ അസുഖം എന്താണെന്ന് എനിക്ക് നന്നായി മനസ്സിലായി. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറഞ്ഞേക്കാം പെണ്ണെ, നീ തേടിപ്പോകുന്ന ആണുങ്ങളുടെ കൂട്ടത്തിൽ എന്നെ പെടുത്തണ്ട. നിന്റെ സംസാരം കേട്ടാൽ തന്നെ അറിയാം നിനക്ക് എന്നെ നന്നായി അറിയാം. നിന്റെ മാറ്റാൻ വേറെ ആണുങ്ങളെ നോക്കിക്കോണം. അഗ്നിയുടെ അടുത്ത് നിന്റെ നടക്കില്ല, കേട്ടോടി പന്ന മോളെ. ദേഷ്യത്താൽ അവന്റെ കണ്ണ് കാണാത്ത അവസ്ഥയിലേക്ക് എത്തിയിരുന്നു അഗ്നി ആ നിമിഷം. ആദ്യം ഒന്ന് നടുങ്ങിപ്പോയി. പിന്നൊരു പൊട്ടിക്കരച്ചിലോടെ അവൾ അവനോട് ചോദിച്ചു, ദേവേട്ടൻ ഇപ്പൊ എന്താ പറഞ്ഞേ? എന്താണ് നിങ്ങൾ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? ഞാൻ നിങ്ങളെ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞേ, അല്ലാതെ നിങ്ങളുടെ കൂടെ കിടക്കാനാണോ ചോദിച്ചേ? ആണോന്ന് അവൾ അലറിക്കൊണ്ട് ചോദിക്കുമ്പോൾ ആദ്യമായി ഒരുവളുടെ വാക്കുകളിൽ അവൻ നടുങ്ങിപ്പോയി. ഉത്തരം കിട്ടാതെ നിന്നുപോയി. നിങ്ങൾക്കിപ്പോ ഒന്നും പറയാനില്ലേ മിസ്റ്റർ അഗ്നിദേവ്? നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത്? അന്നും നിങ്ങൾ ഇങ്ങനെ ആയിരുന്നു. എന്നെ മനസ്സിലാക്കാതെ എന്നെ കാണാതെ പോയില്ലേ? എന്തിനാ ദേവേട്ട എന്നെങ്ങനെ കൊല്ലാതെ കൊല്ലുന്നേ? അത്ര ഇഷ്ടമാണ്ട പട്ടിയെ പോലെ ഇങ്ങനെ പുറകെ നടക്കുന്നേ. നിങ്ങൾക്ക് സ്നേഹത്തിന്റെ വില മനസ്സിലാകില്ല.
നിങ്ങൾ അതിന് സ്നേഹിച്ചിട്ടുണ്ടോ? ഹോ ഹോ സോറി, ഉണ്ടായിരുന്നു ഒരുവൾ. പക്ഷെ അവളിപ്പോ ജീവനോടില്ലല്ലോ. ജീവനോടില്ലാത്ത ഒരുവൾക്ക് വേണ്ടി നിങ്ങൾ എന്തിനെങ്ങനെ കാത്തിരിക്കുന്നേ? അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? അവൻ ഏൽപ്പിച്ച മുറിവിൽ അവനോടായി അവൾ ചോദിക്കുമ്പോൾ അവൾ ജീവനോടെ ഉണ്ട്. ഞാൻ അവളെ മാത്രം പ്രണയിക്കുകയുള്ളൂ. ആദ്യം നടുങ്ങിപ്പോയി. ആ കോള് കട്ടായത് പോലും അവൾ അറിയാതെ ആ കസേരയിൽ ഇരുന്നു പോയി. എന്നാൽ അവൾ അഗ്നിയുടെ മാത്രമാണ്. അത് ആരല്ലെന്ന് പറഞ്ഞാലും ഞാൻ അംഗീകരിക്കില്ല. ഞാൻ അത്രമാത്രം അവളെ പ്രണയിക്കുന്നു. വാശി പിടിച്ചാൽ നേടിയെടുക്കേണ്ട ഒന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അഗ്നി ഇഷ്ടപ്പെടുന്നത് എന്തും നേടിയെടുത്തിട്ടേ ഉള്ളൂ. പക്ഷെ നിന്നെ മാത്രം വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ലടാ. അവൾ ആരെയാണ് ഇഷ്ടപ്പെടുന്നതെന്ന് ഇതുവരെ പറയാത്തത് കൊണ്ട് അവളുടെ മനസ്സിൽ ആരാണെന്നറിയില്ല. അവൾക്ക് അത് ഓർമ്മയുമില്ല. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പ് നൽകാൻ കഴിയും ഭദ്രേ, ഞാൻ നിന്നെ വിട്ട് എങ്ങും പോകില്ല. നിന്റെ ഇഷ്ടം ആരാണെന്ന് അറിയുന്നവരെ നീ അറിയാതെ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും ഈ അഗ്നിദേവ്. നിന്റെ ഇഷ്ടം ജയ് ആണെങ്കിൽ. ഒരു നിമിഷം അവൻ കണ്ണടച്ചു. അങ്ങനെ ചിന്തിക്കാൻ പോലും അവനായില്ല. അവന് ഞാൻ വിട്ടുകൊടുക്കും. പക്ഷെ നീ പറയണം, നിന്നിൽ നിന്ന് അറിയണം. അല്ലാത്ത പക്ഷം ജയ് വന്നാലും അവനെ കൊല്ലേണ്ടി വന്നാലും അഗ്നി അത് ചെയ്യും. നിന്നെ സ്വന്തമാക്കാൻ അഗ്നി എന്തും ചെയ്യും. അടുക്കള സ്ലാബിലിരുന്ന ഡെവിയുടെ ഫോൺ ബെല്ലടിച്ചു. ചെക്കൻ രാത്രിയിലേക്കുള്ള ചപ്പാത്തി കുഴച്ചു വെക്കുകയാണ്. ഉണ്ടാക്കാൻ അറിയില്ല, അത് നമ്മുടെ ശ്രീകൊച്ചാണ് ചെയ്യുന്നത്. അവൻ ജസ്റ്റ് ഹെൽപ്പ് ചെയ്തു കൊടുക്കും. ഇതൊന്നും അറിയില്ലെങ്കിലും ശ്രീകൊച്ച് അവനെ ഓരോന്നോരോന്നായി പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ ഇതൊക്കെ അവൻ ചെയ്യും. അവൻ ഫോണിലേക്ക് എത്തി നോക്കുമ്പോൾ ഡിസ്പ്ലേയിൽ അവളുടെ മുഖം തെളിഞ്ഞു കാണാം. ഒപ്പം ആ പേരും, പൊന്നൂട്ടൻ.